പ്രിയപ്പെട്ടവരെ നമസ്കാരം. നല്ല അടിപൊളി നല്ല കളറുള്ള തീട്ടവും നല്ല ഗ്ലേസിംഗ് ഉള്ള മൂത്രവും ഏതാണ്ട് പത പോലൊക്കെ ഇങ്ങനെ പതഞ്ഞു വരുന്ന നല്ല അടിപൊളി മൂത്രവും നല്ല സുന്ദരമായ എന്താ പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളവും ഇതിങ്ങനെ കെട്ടിക്കിടക്കുക. ഇവിടെ ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പൂർണ്ണമായിട്ട് നിറയും. 10-25 കുടുംബങ്ങളുണ്ട്. അവർക്കെന്നും ജലദോഷവും പനിയും കാലുവേദനയും മുട്ടുവേദനയും പിന്നെ പൊട്ടി അളിയുക ഛർദ്ദിക്കുക ഇതൊക്കെ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് ഒരു ഫാക്ടറിയുടെ ബാക്ക് വശത്ത് നിന്നും ഓടയിലേക്ക് അനധികൃതമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. മാലിന്യം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് അധികാരികളുണ്ട്. വീട്ടിൽ ഒരു 5-6 കഷ്ണം പ്ലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 50 രൂപ വേണം എന്ന് നിങ്ങൾ വാശി പിടിക്കും. എന്നിട്ട് പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ ഞങ്ങൾ അയലത്തുനിന്ന് പോയി മേടിച്ചുകൊണ്ട് തരുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്, അല്ലേ? അപ്പം ഇതേപോലുള്ള മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിലെ വിവിധ വകുപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇല്ലേ? ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതിമാസം ശമ്പളം മേടിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ തിന്നേണ്ടുന്ന പിന്നെ ആഹാരം മുഴുവനും ഈ അധികാരികളാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോലും ഇതിന് ഒരു എന്താ പറയുന്നത് ഒരു കൃത്യമായ നിലപാട് അവർ ഇതുവരെ വന്ന് കാണുകയോ വീക്ഷിക്കുകയോ ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അനധികൃതമായി മതിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ മുൻപ് പറഞ്ഞിരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. അവർ ഇവിടെ വരികയും ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചപ്പം ഞങ്ങൾ കണ്ട ഒരു സംഭവമാണ്. കണ്ടില്ലേ? ഇത് നിങ്ങളെല്ലാവരും കാണണം. കണ്ട നല്ല സുന്ദരമായ നല്ല തിളങ്ങി നിൽക്കുന്ന തീട്ടവും നല്ല പതഞ്ഞു വരുന്ന മൂത്രവും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അല്ലേ? ഇവിടുത്തെ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കാൻ ഇനി ഞങ്ങളെന്താ ഇത് പാർസലാക്കി അവരുടെ ഓഫീസിൻ്റെ വാതക്കൽ കൊണ്ടുചെന്ന് വെക്കണോ? അതാണോ ചെയ്യേണ്ടത്? ജനങ്ങളല്ലേ ഇവിടെ ജീവിക്കുന്നത്, മൃഗങ്ങളല്ലല്ലോ, അല്ലേ? എന്തുമാത്രം നീചമായ പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത്. പണമുണ്ട് എന്ന് കരുതി എന്തഹങ്കാരവും കാണിക്കാമോ? അങ്ങനാണോ ചെയ്യേണ്ടുന്നത്? ഇതിന് കൃത്യമായ ഒരു 3 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തെ സമയമാണ് ഈ അധികാരികൾക്ക് നമ്മൾ തരുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ ഇതിന് കൃത്യമായ പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേണ്ട നടപടികൾ ഞങ്ങൾ കൈക്കൊള്ളും. കാരണം ഞങ്ങളുടെ കുഞ്ഞുമക്കളുമായിട്ട് ഞങ്ങൾ ഇതുവഴി സഞ്ചരിക്കണ്ടേ? നിങ്ങൾ ഈ അവസ്ഥയൊന്ന് കണ്ടു നോക്ക്. നിങ്ങളുടെ വീട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ അയലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച്. ഇത് കണ്ടില്ലേ? കാട് കയറി മൊത്തവും തിരിഞ്ഞു പോലും നോക്കാത്തൊരവസ്ഥ. ഇതിപ്പോൾ ഇവിടെയുള്ള അയൽവാസികൾ ഓരോ ആഴ്ച കൂടി ഇരിക്കുമ്പോൾ വൃത്തിയാക്കുന്നത് കൊണ്ട് ചില ഭാഗങ്ങൾ വൃത്തിയാക്കി കിടക്കുന്നു. പക്ഷേ എല്ലാ ഭാഗങ്ങളിലും അത് കഴിയുന്നില്ല. അവർ കുറേ നാളുകളായി എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ അറിയാത്തത് കൊണ്ടുമല്ല. ഞങ്ങൾ പോകും. ഇതിന് 3 ദിവസത്തിനുള്ളിൽ കൃത്യമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരു വലിയ വിപത്തായിരിക്കും വരാനിരിക്കുന്നത്. അതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അധികാരികൾ കണ്ണു തുറക്കണം എന്നാണ് ഞങ്ങൾക്ക് തദവസരത്തിൽ പറയുവാനുള്ളത്. നന്ദി.